ജന്മത്തിൽ ഓരോ നിമിഷവും നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അനുസരിച്ച് വീണ്ടും വീണ്ടും പുതിയ ജന്മങ്ങൾ നമുക്ക് ലഭിക്കും. ഈ പ്രപഞ്ചത്തിന് ഒരു കർമ്മ നിയമമുണ്ട്. അതനുസരിച്ച് നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു ഫലവുമുണ്ട്. ആ ഫലം അനുഭവിക്കേണ്ടതിനാവശ്യമായ ജന്മങ്ങൾ ജീവന് എടുക്കേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്നുള്ള ഈ ശരീരം വെച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ തീരുമ്പോൾ ഈ ശരീരം നശിക്കും എന്ന് ഉറപ്പാണ്. അതിനാൽ അറിവുള്ളവർ വർത്തമാനകാലത്തെ സാഹചര്യത്തെപ്പറ്റി വ്യക്തമായ ബോധത്തോടെ ലോകത്തിന് എന്താണോ ശ്രേയസ്കരമായിട്ടുള്ളത് അത് സ്വയം ചെയ്യുകയും മറ്റുള്ളവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ചു പേരെങ്കിലും ചെയ്താൽ മാത്രമേ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും താളലയം നിലനിർത്താൻ കഴിയുകയുള്ളൂ. ഒരു പൂ വിരിഞ്ഞ് വാടി നശിച്ചു പോകുന്നത് പോലെ, എല്ലാ ദിവസവും ഉദയവും അസ്തമയവും ഉള്ളതുപോലെ ജനനവും മരണവും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കും. ഇത് കണ്ട് നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോൾ ജീവൻ പുതിയ ശരീരത്തിൽ അതുവരെയുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ടാവും. കടലിലെ വെള്ളം നീരാവിയായി പിന്നെ മഴയായി പെയ്ത് വീണ്ടും കടലിൽ എത്തിച്ചേരുന്നത് പോലെ ജീവിതവും സദാ തിരിഞ്ഞുകൊണ്ടിരിക്കും.